നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച യൂത്ത് ഫോർ നേഷൻ പരിപാടിക്കിടെ സദസ്സിനോട് ഭാരത് മാതാ കി ജയ് ഉറക്കെ വിളിപ്പിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി. സദസ്സിലിരുന്ന സ്ത്രീയോട് ഭാരതം അമ്മയല്ലേ എന്ന് ചോദിച്ചു. ഭാരത് മാതാ കി ജയ് വിളിക്കാത്തവർ വീട് വിട്ടു പോകണമെന്നും പറഞ്ഞു. And one is enough to fight 1,25,000. So your voice has to be loud so that every one person can make a difference. Bharat Mata Ki! And few guys are still sitting with their hands folded. Is Bharat only my mata or your mata as well? Tell me. Any doubts? No doubts? Enthusiasm needs to be expressed. Bharat Mata Ki! This side is again weak. What's the problem, boss? Any problem? Last attempt. Bharat Mata Ki! The lady in yellow can stand up. Yeah. Don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Or is this? Why this attitude? Bharat Mata Ki! This woman is still standing like this. I think you can leave the house. Somebody who has no pride in the nation, who finds it embarrassing to speak about India, need not be part of youth conflict. ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ദീപക്, ഇപ്പോൾ മന്ത്രി ഇത്തരത്തിൽ സദസ്സിലിരുന്ന സ്ത്രീയെ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ നിർബന്ധിപ്പിക്കുന്നു. വീട് വിട്ടു പോകണം ഭാരത് മാതാ കി ജയ് വിളിക്കാത്തവർ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇന്ന് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജൂബിലി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മീനാക്ഷി ലേഖിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിൽ അവർ യുവാക്കളെ ഉദ്ബോധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ളത് വിളിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും വേദിയിൽ നിന്ന് അത്തരത്തിൽ ഒരു പ്രതികരണം പെട്ടെന്ന് തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ ഭാരത് മാതാ കി ജയ് വിളിക്കണമെന്നുള്ള ഒരു ആവശ്യം മീനാക്ഷി ലേഖി ആ വേദിയിൽ സദസ്സിൽ വെച്ച് ഉന്നയിക്കുന്നത്. അങ്ങനെ പിന്നീട് ഒരു ഘട്ടത്തിൽ അവർ വീണ്ടും വിളിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അത്ര ഉച്ചത്തിലല്ലാതെ തന്നെ വീണ്ടും ആളുകളുടെ പ്രതികരണം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് കൈകെട്ടിയിരിക്കുന്ന സ്ത്രീകളെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടി അമ്മയല്ലേ ഭാരത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം വരികയും ചെയ്യുന്നത്. ആ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അവർ ഭാരത് മാതാ കി ജയ് ആ വേദിയിൽ വെച്ച് വിളിക്കുമ്പോൾ അതിന് ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം മീനാക്ഷി ലേഖിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പിന്നീട് ഏതാണ്ട് 10 തവണയോളം അവർ ഭാരത് മാതാ കി ജയ് വിളിച്ചു കൊടുക്കുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഏറ്റുവിളിക്കുന്നതും കാണുകയും ചെയ്തിട്ടുണ്ട്. സദസ്സിലുള്ളവരുടെ കർക്കശത്തോടെ പെരുമാറുന്ന മന്ത്രിയെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.